ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഫാത്മ റിൻഷ. ഇന്ന് നമ്മളൊരു ഈദ് ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നത് മാക്സിലേക്കാണ്. അപ്പോൾ നമുക്ക് പറ്റിയതൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഉമ്മക്ക് പറ്റിയതുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവിടുന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഉമ്മക്ക് അവിടുന്ന് കിട്ടി മാക്സിൽ നിന്ന്. നമ്മൾ എന്നിട്ട് സൂര്യ സിൽക്സിലേക്ക് പോയി. അവിടെ നല്ല മയക്കാറായിരുന്നു. സൂര്യന്ന് നമ്മുടെ ബ്രദറിന് കിട്ടി. ഇനി നമ്മൾ ഷോപ്പിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗായ്സ് നല്ല പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോപ്പിങ് നമ്മളുടെ ഒപ്പം പെരുന്നാളിന് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് താത്തക്ക് ഡ്രസ്സ് കിട്ടി. ബട്ട് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റൊക്കെ ആയപ്പോൾ നമ്മളിന്ന് കുറച്ച് ടയേർഡായി. അപ്പോൾ ഇനി വേറൊരു ദിവസം എനിക്കും ഉപ്പക്കും വാങ്ങാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്ലോക്കൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. നല്ല തിരക്കുമായിരുന്നു. ഡേ 2 ഗ്രോസറി ഷോപ്പിംഗ് ഡേ. അപ്പോൾ ഇത് നമ്മൾ ഈദ് പർച്ചേസിങ്ങിൽ തന്നെ നമ്മൾ ഗ്രോസറി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് അടുക്കളയിലേക്കുള്ളതായതുകൊണ്ട് തന്നെ നമ്മളേതായ ചില കലാപരിപാടികളും അവിടെ ചുറ്റിക്കറങ്ങലും ആക്കലും ഒക്കെ ആയിരുന്നു. അപ്പം ഇത് പിന്നെ നമ്മുടെ കുനാഫോ പിസ്താച്ചി ചോക്ലേറ്റ്. ഇത് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ഭയങ്കര വൈറലായ ഒരു ഐറ്റമായിരുന്നു. അങ്ങനെ ഗായ്സ്, നമ്മളുടെ ഈദ് ഷോപ്പിംഗ് വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ SM സ്ട്രീറ്റ് നേടുന്നതിന്. അപ്പം വളരെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഫോണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഞാൻ പെരുന്നാൾ അടുപ്പിച്ചവരായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈദ് ഷോപ്പിംഗ് വ്ളോഗിലേക്ക് എനിക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഗായ്സ്, ഇത് നമ്മളുടെ വീട്ടിലെ മെയിൻ കുക്കായ എൻ്റെ കസിനാണ് ഈ ഡോണറ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ നമുക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മൈലാഞ്ചി ഇടാൻ പോകും. അങ്ങനെ ഈ മൈലാഞ്ചി ഇട്ടത് നമ്മളെ വീട്ടിലെ പേഴ്സണൽ മെഹന്തി ആർട്ടിസ്റ്റായ എൻ്റെ കസിൻ തന്നെയാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇന്നാണ് ഗൈസ് ഈദ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈദോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. പിന്നെ എനിക്ക് പറയാനൊരു കാര്യം മറന്നു, ഇത് എൻ്റെ ഉമ്മ അടിച്ചെന്ന ഡ്രസ്സാണ്. അപ്പം നിങ്ങൾ ഇതും എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതിലേക്ക് ഞാൻ ലൈറ്റ് കളർ ജീൻ ആൻഡ് ഒരു ജേഴ്സി ഹിജാബാണ് ഞാൻ എടുത്തത്. അങ്ങനെ നമ്മൾ മാറ്റി ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനം. അപ്പം നമ്മൾ പോകുന്നത് നമ്മൾ ഇവിടെ കോഴിക്കോടുള്ള ലോട്ടസ് ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് പർമൽ ബസാർ ആ ഭാഗത്താണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം പോയിരുന്നു. നല്ല വ്യൂ പോയിൻ്റൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ കണ്ട് നമ്മളൊരു 6 മണിയായപ്പോൾ തിരിച്ചു വന്നു. അങ്ങനെ പെരുന്നാൾ പിറ്റേന്ന് നമ്മൾ ഇമ്മമ്മൻ്റെ അവിടേക്ക് പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി നേരെ യൂണിവേഴ്സിറ്റി പാർക്കിലേക്ക് പോയി. അവിടെ അടുത്താണ് നമ്മളുടെ യൂണിവേഴ്സിറ്റി പാർക്ക് വരുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം കളിച്ച് നമ്മൾ അവിടെ പോയി ഇരിക്കുമ്പം തന്നെ വേറെ തന്നെ ഒരു ഫീലാണ്. നല്ല കാറ്റും തണുപ്പും പിന്നെ അവിടുത്തെ ചെടികളൊക്കെ വെച്ചതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും കുട്ടികൾക്ക് പോയാൽ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. നമ്മൾ ഈദ് വ്ളോഗ് ആൻഡ് ഷോപ്പിംഗ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.